കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ രാത്രിയിൽ പതിവ് പോലെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിപ്പാൻ ദൈവം നമ്മെ കൂട്ടിവരുത്തിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ വളരെ ലളിതമെങ്കിലും വളരെ പ്രാധാന്യമുള്ള നമ്മുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ വളരെ അടിസ്ഥാനപരമാകുന്ന ദൈവവചനത്തിൻ്റെ ഉപദേശമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചിന്തിക്കുവാൻ പോകുന്ന വിഷയം രക്ഷയോടുള്ള ബന്ധത്തിൽ തന്നെ തിരുവചനത്തിൽ വിശേഷിച്ച് പുതിയ നിയമത്തിൽ വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ ദൈവമക്കളായി തീർന്നു എന്നുള്ളതാകുന്ന കാര്യം. ദൈവമക്കളായി തീർന്നു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് അത്രയധികം കാര്യങ്ങൾ പറയാനുണ്ടോ എന്നൊരു പക്ഷേ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു പക്ഷേ ഇന്നും അടുത്ത ക്ലാസ്സിലും സമയം ലഭിച്ചില്ല എങ്കിൽ ചിന്തിപ്പാനുള്ള അനവധി വിഷയങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുണ്ട്. ദൈവം നമുക്ക് ആ വീണ്ടും ജനന അനുഭവത്തിൽ നിശ്ചയമായിട്ടും ദൈവം നമുക്കൊരു പുതിയ ജീവൻ തരുന്നു. ഗോഡ് ഗിവ്സ് ലൈഫ് വിതിൻ അസ്. ദൈവം ഒരു പുതുജീവൻ തരുന്നു. ദൈവം നമ്മെ നീതീകരിക്കുമ്പോൾ, വിശ്വാസത്താൽ ദൈവം നമ്മളെ നീതീകരിക്കുമ്പോൾ ദൈവസന്നിധാനത്തിൽ ഗോഡ് ഗിവ്സ് അസ് എ റൈറ്റ് സ്റ്റാൻഡിങ് ബിഫോർ ഗോഡ്. ദൈവസന്നിധാനത്തിൽ ക്രിസ്തുവിൻ്റെ നീതി നിമിത്തം നീതീകരിക്കപ്പെട്ടവരായിട്ട് റോമാലേഖനം 4-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. 5-ാം അധ്യായത്തിലുമുണ്ട് വിശ്വാസത്താലുള്ള നീതീകരണം. അഭക്തനെ നീതീകരിക്കുന്ന ദൈവം എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. താൻ തന്നെ നീതീകരിക്കുന്നവനും അതേസമയം നീതിമാനുമാകേണ്ടത് അതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും വേദഭാഗം. അപ്പോൾ ജസ്റ്റിഫിക്കേഷൻ അല്ലെ നീതീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we are able to stand before a holy and righteous God, blameless and righteous because of the righteousness of Christ. ക്രിസ്തുവിൻ്റെ നീതി നിമിത്തം നീതിമാനും വിശുദ്ധനുമാകുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് നിൽക്കുവാൻ കഴിയുന്ന, അതാണ് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് വിശ്വാസത്താൽ എന്നാണ് 5-ാം അധ്യായം റോമാലേഖനത്തിൽ നമ്മൾ ആരംഭ വാക്യങ്ങളിൽ കാണുന്നത്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. അപ്പോൾ ദൈവസന്നിധാനത്തിൽ ഒരു റൈറ്റ് സ്റ്റാൻഡിങ്, അതാണ് നീതീകരണം എന്നുള്ള വിഷയം. ആ വിഷയത്തിലേക്ക് നമുക്ക് ഞാനിതിനു മുൻപ് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ എല്ലാം പറഞ്ഞിട്ടില്ല. പിന്നീട് സമയം ലഭിച്ചാൽ അത് നമുക്ക് വിശദമായിട്ട് ചിന്തിക്കാം. എന്നാൽ മറ്റ് പല കാര്യങ്ങൾ ചിന്തിക്കാനുള്ളത് മുൻപോട്ട് പോകാം. എന്നാൽ ഈ ദൈവമക്കളാക്കി ദൈവം നമ്മളെ തീർക്കുന്നത് എങ്ങനെയാണ്? ദൈവഭവനത്തിലേക്ക് ദൈവം നമ്മെ ദത്തെടുക്കുന്നു, അഡോപ്റ്റ് ചെയ്യുകയാണ്. അഡോപ്ഷൻ. നിശ്ചയമായിട്ട് നമ്മൾ ദൈവഭവനത്തിൽ ജനിക്കുന്നു, വീണ്ടും ജനനം. എന്നാൽ വീണ്ടും ജനനവും ആ വീണ്ടും ജനനം എന്നുള്ളത് കൊണ്ട് തന്നെ ദൈവഭവനത്തിലെ അംഗങ്ങളായി നമ്മൾ തീരുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയുമെങ്കിലും സത്യത്തിൽ ദൈവഭവനത്തിലെ അംഗങ്ങളാക്കി ദൈവം നമ്മെ തീർക്കുന്ന, നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ദൈവം നമ്മളെ അഡോപ്റ്റ് ചെയ്ത് ദൈവം നമ്മളെ അവിടുത്തെ മക്കളാക്കി തീർക്കുക എന്നുള്ളത്. അത് ദൈവത്തിൻ്റെ വചനം നമ്മളെ വളരെ വ്യക്തതയോടെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 1:12 നമുക്കറിയാം, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സോ വിശ്വാസത്താൽ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവഭവനത്തിലെ മക്കളാക്കി ദൈവം നമ്മളെ ദത്തെടുക്കുന്ന, ദൈവം നമ്മളെ കൈക്കൊള്ളുന്ന ആ അനുഭവത്തിനാണ് അഡോപ്ഷൻ അല്ലെങ്കിൽ ദത്തെടുക്കുക, ദൈവമക്കളായി തീരുക എന്നതിനാൽ വേദപുസ്തകം അർത്ഥമാക്കുന്നത്. എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് 2:3 നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വി ആർ ചിൽഡ്രൻ ഓഫ് wrath. നമ്മൾ കോപത്തിൻ്റെ മക്കളാണ്. ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ കോപത്തിൻ്റെ മക്കളാണ്. അതിൻ്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്,
രണ്ടാമത്തെ അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അനുസരണക്കേടിന്റെ മക്കൾ. We are children of disobedience when we were without Christ. ക്രിസ്തുവിനെ കൂടാതെ നമ്മളായിരുന്നപ്പോൾ നമ്മൾ അനുസരണക്കേടിന്റെ മക്കളായിരുന്നു, നമ്മൾ കോപത്തിന്റെ മക്കളായിരുന്നു. യേശു കർത്താവ് യഹൂദന്മാരോട് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ പറയുകയാണ്, ഞങ്ങൾ ഇല്ലെജിറ്റിമേറ്റ് ചിൽഡ്രൻ അല്ല, ഞങ്ങളുടെ പിതാവെന്ന് പറയുന്നത് അബ്രഹാമാണ്, ദൈവമാണ് ഞങ്ങളുടെ പിതാവെന്നൊക്കെ പറയുമ്പോൾ കർത്താവ് അവരോട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയുണ്ട്, ദൈവം നിങ്ങളുടെ പിതാവായിരുന്നു എങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം, ഞാൻ ചുരുക്കത്തിൽ എന്ന് പറഞ്ഞു, 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. ദൈവം നിങ്ങളുടെ പിതാവായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ദൈവം നിങ്ങളുടെ പിതാവായിരുന്നുവെങ്കിൽ എൻ്റെ വചനത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ സ്ഥാനമുണ്ടാകുമായിരുന്നു. എന്നാൽ നിങ്ങൾ എന്താണിപ്പോൾ? പിശാചിന്റെ മക്കളാണ്. നോക്കണം, തലമുറകളായിട്ട് ദൈവസന്തതി എന്ന് അവകാശപ്പെടുന്നവരോടാണ് കർത്താവ് ഇത് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. യേശു കർത്താവ് ദൈവവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവസന്തതിയായവൻ ഞങ്ങളുടെ വചനം കേൾക്കുന്നു. ദൈവവചനത്തിന് സ്ഥാനമില്ലാത്ത വ്യക്തികളോ സഭയോ അത് ഒരു വലിയ സംശയത്തിന്റെ നിഴലിലാണ്. കാരണം ദൈവവചനത്തിന്, ദൈവശബ്ദത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. ദൈവമക്കളാണെങ്കിൽ നിങ്ങൾ എൻ്റെ വചനം കേൾക്കുമായിരുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു എന്നൊക്കെയാണ് കർത്താവരോട് പറയുന്നത്. തലമുറകളായിട്ട് അബ്രഹാം ഞങ്ങളുടെ പിതാവാണ് എന്ന് അവകാശപ്പെടുന്ന പ്രിയപ്പെട്ടവരോടാണ് കർത്താവ് ഇത് പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവമക്കളെന്നുള്ളതാകുന്ന പദവി ഒരു വളരെ സവിശേഷമാകുന്ന പദവിയാണ്. അത് ഓർഡിനറി സെൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് അല്ല. ദൈവമക്കൾ എന്ന് വീണ്ടും ജനിച്ച് ദൈവത്തിൻ്റെ കൃപയാൽ വിശ്വാസത്താൽ ദൈവഭവനത്തിലെ മക്കളാകുവാൻ ദൈവം തെരഞ്ഞെടുത്ത ദൈവമക്കളുടെ പദവി, അതൊരു സാധാരണ അർത്ഥത്തിലല്ല വേദപുസ്തകം ഉപയോഗിച്ചേക്കുന്നത്. നമ്മളത് കാണും. എല്ലാവരും ആരും കണ്ണടച്ച് ഭക്തിയോടിരിക്കേണ്ട, കണ്ണ് തുറന്ന് ഇങ്ങോട്ട് നോക്കി, എൻ്റെ കണ്ണിലോട്ട് നോക്കി. എല്ലാവരും കാണാം, എൻ്റെ കണ്ണ് കാണാം എല്ലാവരും. പ്ലീസ് കണ്ണടച്ച് പ്രസംഗം കേൾക്കുന്നത്, കണ്ണ് തുറന്ന് കേട്ടാൽ മതി. ലുക്ക് അറ്റ് മീ. കണ്ണടഞ്ഞു വരുന്നവരോ ആരെങ്കിലും ഉണ്ടോ? വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് കേൾക്കുന്നത് വളരെ സന്തോഷകരമാണ്. ഞാനിത് പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ എൻ്റെ വിഷയമാണ്, ദൈവമക്കൾ. നമ്മൾ ദൈവമക്കളല്ലേ? ആണോ അല്ലയോ നമ്മൾ പരിശോധിക്കണം. ശരിക്കും ദൈവമക്കളാണോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അല്ലേ കുഴപ്പമാണ്. ചുമ്മാ ഇവിടെ കൊട്ടിപ്പാടി ഇതിനകത്തൊക്കെ കയറി നടന്നേച്ച് നിത്യ നരകത്തിൽ ചെന്ന് പതിക്കരുത്. അതിനാ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവമക്കളാണോ എന്ന് ഉറപ്പ് വരുത്തണം. റോമാലേഖനം 8-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച്, എടുത്തു വായിച്ച്, ഇച്ചിരി ഉറക്കം തോന്നുന്നവരൊന്ന് വായിച്ച്. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാവുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിനെ ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന. ശ്രദ്ധിക്കണം, ദൈവാത്മാവ്, നമ്മൾ അതിനെ കുറിച്ചൊക്കെ പിന്നീട് ചിന്തിക്കും. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. പിന്നെ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഇനി അടുത്തത്, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. ശ്രദ്ധിക്കുക, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമായത്. ഈ സാക്ഷ്യം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുണ്ടെങ്കിൽ മനസ്സിലാക്കണം. ഞാനീ പറയുന്നത് ഗ്രീക്കായിട്ടൊന്നും തോന്നരുത്.
വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാണ്. ദൈവാത്മാവ് എന്തോ പറയുന്നു? നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ആകട്ടെ, നമുക്ക് ഞാൻ ആ ഭാഗം ഇപ്പൊ വിശദീകരിക്കുന്നില്ല, മുൻപോട്ട് പോകാം. അടുത്തത്, പിന്നെ നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിന്റെ അവകാശികളും. ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ അവകാശികൾ, പിന്നെ ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ, യേശു കർത്താവിനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പോൾ ഈ വേദഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ അനേക വേദഭാഗങ്ങളുണ്ട്. ഈ ദൈവമക്കൾ എന്നുള്ള പദവി പൊതുവായി അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നത് പോലെ നാം അവന്റെ സന്താനമല്ലോ എന്ന് മനുഷ്യരെ കുറിച്ച് മുഴുവനായി പറയുന്ന അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. വേദപുസ്തകത്തിൽ ദൂതന്മാരെ കുറിച്ച് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ദൈവത്തിന്റെ പുത്രന്മാർ. യോബിന്റെ പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതങ്ങനെയല്ലെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. എനിവേ, അപ്പോൾ ഈ മക്കളെന്നുള്ള പദവി പുതിയ നിയമ ഉടമ്പടിയോടുള്ള ബന്ധത്തിൽ വീണ്ടും ജനന അനുഭവം പ്രാപിച്ച് വിശ്വാസത്താൽ കൃപയാൽ നീതീകരിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ക്രിസ്തുവിലുള്ളവൻ ഒരു പുതിയ സൃഷ്ടിയാണ് എന്നുള്ള പുതിയ അനുഭവത്തിൽ ഒരു പുതു ജീവൻ പ്രാപിക്കുന്ന ഓരോ ദൈവ പൈതലിനും ഉള്ളതാകുന്ന ആ പ്രിവിലേജ്, ആ സ്ഥാനം, ദൈവമക്കൾ എന്നുള്ള സ്ഥാനവും പൊതുവായി ദൈവമക്കൾ എന്ന് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതും വളരെ വ്യത്യസ്തമായ അർത്ഥത്തിലാണ്, വ്യത്യസ്തമാകുന്ന അർത്ഥത്തിലാണ്. പഴയ നിയമകാലത്ത് ദൈവമക്കൾ എന്ന് വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ഇസ്രയേലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ദൈവം അവരുടെ പിതാവാണ്, നിങ്ങൾ എൻ്റെ മക്കളാണെന്നൊക്കെ ദൈവം അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 103-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അപ്പോൾ ഏകദേശമൊക്കെ പറഞ്ഞിട്ടുണ്ട്, യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ദൈവം ഞങ്ങളുടെ പിതാവാണ് എന്ന് പൊതുവായ അർത്ഥത്തിൽ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമ ഉടമ്പടിയിലാണ് ദൈവമക്കൾ എന്നുള്ള ആ ആഴമുള്ള അഭേദ്യമാകുന്ന പിരിയുവാൻ കഴിയാത്ത അനുഗ്രഹിക്കപ്പെട്ട ആ ബന്ധത്തിലേക്കും ദൈവമക്കൾ ആകുന്നത് കൊണ്ടുള്ള സകല അനുഗ്രഹങ്ങളുടെയും ആ സമ്പൂർണമാകുന്ന റിയലൈസേഷൻ, അത് സമ്പൂർണമായി നമുക്ക് മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ അത് നമ്മുടെ അനുഭവമാകുന്നത് പുതിയ നിയമ ഉടമ്പടിയോടുള്ള ബന്ധത്തിലാണ്. അത് എന്തുകൊണ്ടാണെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പഴയ നിയമകാലത്ത് അന്ന് ജീവിച്ചിരുന്ന വിശുദ്ധന്മാർക്കില്ലാതെ ഇരുന്ന ഒരു സവിശേഷമാകുന്ന അനുഗ്രഹം പുതിയ നിയമകാലത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ദൈവമക്കളായി തീരുന്ന ഒരാൾക്കുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നു എന്നുള്ളതാണ് അതിന്റെ സവിശേഷത. അതുകൊണ്ടാണ് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആത്മാവിനെ, സ്വന്തം പുത്രന്റെ ആത്മാവിനെ, പൗലോസ് അതാണ് ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4 മുതൽ 7 വരെ ഉള്ളതാകുന്ന വാക്യങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാം പറയുന്നു. അതായത് ന്യായപ്രമാണ കാലത്ത് ഇല്ലാതെയിരുന്ന വളരെ സവിശേഷമാകുന്ന ഒരു ബന്ധത്തിലേക്കാണ് പുതിയ നിയമ ഉടമ്പടിയിൽ ദൈവമക്കൾ പ്രവേശിച്ചിരിക്കുന്നത്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം അവിടുത്തെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ച്
നിയോഗിച്ചത്. അവിടുന്ന് ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. അപ്പോൾ പഴയ നിയമകാലത്ത് ഇല്ലാതെയിരുന്ന വളരെ സവിശേഷമാകുന്ന ആഴമുള്ള പ്രത്യേകമാകുന്ന ഒരു ബന്ധമാണ് ദൈവമക്കൾ എന്ന പുതിയ നിയമകാലത്ത് നമുക്കുള്ളതാകുന്ന ആ അനുഭവം നമ്മൾ കണ്ടല്ലോ. അതുകൊണ്ടാണ് കാൺമീൻ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ദൈവം നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഇത്ര സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിനെ കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യം, പിതാവാകുന്ന ദൈവത്തെ അവിടുന്ന് പിതാവ് എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിനെ നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ എന്ന് വേദപുസ്തകം വിളിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് എബ്രായ ലേഖനം 2:12, അതുപോലെ തന്നെ അതിന്റെ 14-ാം വാക്യം, റോമാലേഖനം 8:29, അവിടുന്ന് അനേകം പുത്രന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവിടുത്തെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മൾ എന്ത് ചെയ്തു? മുൻ നിയമിച്ചു. അപ്പോൾ നിശ്ചയമായിട്ടും യേശു കർത്താവിൻ്റെ ആ പിതാവിനോടുള്ള ആ ഒരു ബന്ധം എന്താണോ അതിന് ഏകദേശം തുല്യമാകുന്ന ഒരു ബന്ധം. ഞാൻ എൻ്റെ വാക്കുകൾ വളരെ വളരെ കൃത്യതയോടെ ഉപയോഗിക്കാൻ ഞാൻ പരിശ്രമിക്കുക. ഏകദേശം അതിന് തുല്യമാകുന്ന, ഓൾമോസ്റ്റ് like the Lord Jesus Christ, how he is related to the Father, how he calls his Father Abba, Father. Almost similar to that, God has given us the relationship of being the children of God in the family of God. ദൈവഭവനത്തിൽ ദൈവമക്കളായി തീരുക എന്നുള്ള ആ ബന്ധം നമുക്ക് ദൈവം തന്നു. എന്നാൽ യേശു കർത്താവിന് ദൈവത്തെ അവിടുന്ന് പിതാവെന്ന് വിളിക്കുന്നതും നമ്മൾ ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നതും തമ്മിൽ അല്പം ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്തെന്ന് ഒരുപക്ഷെ ഈ വേദഭാഗം കൊണ്ട് നമുക്ക് അല്പമായി തിരിച്ചറിയുവാൻ കഴിയും. ഒരു ഉദാഹരണം വേദഭാഗം നമുക്ക് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20:17 നമ്മളിങ്ങനെ വായിക്കുന്നു, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? കയറിപ്പോകും. അവിടെ ശ്രദ്ധിക്കണം, നമ്മുടെ പിതാവെന്നും നമ്മുടെ ദൈവമെന്നും പറഞ്ഞാൽ മതിയായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ പിതാവെന്ന് ഒരു വാക്കിലങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ കർത്താവ് എന്താ പറയുന്നത്? എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും. അതിൻ്റെ കാരണം എന്നാ? അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, അല്പം ഒരു വ്യത്യാസമുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. ഒന്ന്, യേശു കർത്താവ് പിതാവാകുന്ന ദൈവത്തെ പിതാവെന്ന് വിളിക്കുമ്പോൾ ആ നിത്യമാകുന്ന ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്, നിത്യത മുതൽ നിത്യത വരെ. എന്നാൽ നമ്മൾ ദൈവത്തെ പിതാവെന്ന് വിളിക്കുമ്പോൾ, ഈ അർത്ഥത്തിൽ നമ്മൾ പിതാവെന്ന് വിളിക്കുമ്പോൾ നമുക്ക് നേരത്തെ ആ ബന്ധമില്ലായിരുന്നു, നമുക്ക് പിന്നീട് ദൈവം തന്ന ബന്ധമാണ്. അപ്പൊ ആ നിലയിൽ അല്പം ഒരു വ്യത്യാസമുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? യേശു കർത്താവ് ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നതും നാം ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നതും തമ്മിൽ അല്പം ഒരു വ്യത്യാസം. അപ്പോൾ ദൈവഭവനത്തിലേക്ക്, ദൈവമക്കളെന്നുള്ളതാകുന്ന പദവിയിലേക്ക്, അവകാശത്തിലേക്ക് ദൈവം നമ്മളെ ദത്തെടുക്കുന്നു. എന്നാൽ പൗലോസ് ഇതിനോടുള്ള ബന്ധത്തിൽ, പൗലോസും യോഹന്നാനും ഒക്കെ ഇതിനെ ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന ഒരു കാര്യമായിട്ടും വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന ഒരു കാര്യമായിട്ടും
യോഹന്നാൻ അപ്പോസ്തലനും പൗലോസ് അപ്പോസ്തലനും പറയുന്നുണ്ട്. 1 യോഹന്നാൻ 3:2 നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, പക്ഷെങ്കിൽ നാം ഇന്നതാകുമെന്ന് ഇതുവരെ എന്തായിട്ടില്ല, പ്രത്യക്ഷമായിട്ടില്ല. നാം ഇപ്പൊ ദൈവമക്കളാ, പക്ഷെങ്കിൽ ഇനിയും നമ്മൾ എന്താകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. ശ്രദ്ധിക്കണം, എഫേസ്യ ലേഖനത്തിൽ ഇത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. അവിടുത്തെ കൃപയുടെ ആ അത്യന്ത ധനത്തെ ഇപ്പൊ കൃപയാൽ നമ്മൾ എന്ത് ചെയ്തു? വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടെന്നുള്ളത് ശരിയാ, പക്ഷെ ആ കൃപയുടെ അത്യന്ത ധനത്തെ ഇനിയും വരും കാലങ്ങളിൽ കാണിക്കേണ്ടത്, അതിനെ അവിടെ നമ്മൾ കാണുന്നത്. അപ്പോസ്തലനായ യോഹന്നാൻ ഇത് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ദൈവമക്കളാണ്, പക്ഷെ നമ്മൾ ഇനിയും എന്താകുമെന്നുള്ളത് എന്തായിട്ടില്ല, പ്രത്യക്ഷമായിട്ടില്ല. റോമാലേഖനം 8:23 നമ്മളിങ്ങനെ വായിക്കുന്നു, ഈ അഡോപ്ഷൻ, ഈ ദൈവമക്കൾ എന്നുള്ള ആ പദവിയുടെ സമ്പൂർണതയിലേക്ക് നമ്മൾ ഒരു ദിവസം ചെല്ലും. അതിങ്ങനെയാണ്, ഒന്ന് വായിക്കാമോ? റോമാലേഖനം 8:23, റോമൻസ് 8:23. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നോക്കുക, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനായി കാത്തുകൊണ്ട്. നോക്കുക, ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വം. നമ്മളിപ്പൊ പുത്രന്മാരാ, പുത്രിമാരാണ്, ഇപ്പൊ നമ്മൾ ദൈവമക്കളാ. എന്നാൽ സമ്പൂർണമായി ഈ പുത്രത്വം ലഭിക്കുന്ന ഒരു കാലം വരുന്നു. അതിനെക്കുറിച്ചാണ് വേദപുസ്തകത്തിൽ നമ്മൾ മറ്റു ഭാഗങ്ങളിൽ മുമ്പേ നമ്മൾ റെഫർ ചെയ്ത വേദഭാഗങ്ങളിൽ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് മാത്രമല്ല, ഇനിയും എന്താകുമെന്നുള്ളത് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. ഈ വേദഭാഗം നമ്മൾ അല്പം കൂടെ, ഈ ഒരു ചിന്ത അല്പം കൂടെ നമുക്ക് മുൻപോട്ട് ചിന്തിപ്പാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഈ ദൈവമക്കൾ എന്നുള്ള നമ്മുടെ ഈ പദവി വളരെ യുണീക്കായിട്ട്, വളരെ നിസ്തുലമായിട്ട് നമുക്ക് മാത്രം ദൈവം തന്നേക്കുന്നു. അത് ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം. നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ ദൈവം, അല്ലെങ്കിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും ഇത് മരിച്ചവരായാലും നമ്മളെ എന്ത് ചെയ്തു? ജീവിപ്പിച്ചു. ദൈവം ചെയ്തു. നമുക്ക് ആത്മാവിൽ ജീവൻ വെച്ചു. നമുക്ക് ഒരു റീജനറേഷൻ ഉണ്ടായി, ഒരു പുതു ജനനം ഉണ്ടായി. ഇതെല്ലാം ശരിയാ. ദൈവത്തിന് വേണമെങ്കിൽ അവിടം കൊണ്ട് നിർത്താമായിരുന്നു. ഞാൻ അല്പം വിശദമാക്കാം, എനിക്കറിയാം നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ലെന്ന്. ഞാൻ വിശദമാക്കുമ്പോൾ ഇത് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ, സ്പിരിച്വലി അലൈവായിട്ടുള്ള ഒരവസ്ഥയിൽ നമ്മെ ആക്കി തീർത്താൽ മതിയായിരുന്നു. നമ്മൾ ആത്മീയമായിട്ട് എന്തായിരുന്നു? നമ്മളെന്തായിരുന്നു? മരിച്ചവരായിരുന്നു. ദൈവമായിട്ട് നമുക്ക് എന്തില്ല? റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ നമ്മുടെ വീണ്ടും ജനനത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ആ ദൈവത്തോടുള്ള റിലേഷൻഷിപ്പ്, ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യത്തക്കതുപോലെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടായി? ജീവനുണ്ടായി. ദൈവത്തിന് വേണേ അത്രയും കൊണ്ട് നിർത്താമായിരുന്നു. ഉദാഹരണത്തിന്, ഇപ്പൊ സ്വർഗത്തിലെ ദൂതന്മാർ, എന്നെ ശ്രദ്ധിച്ചേക്കണേ, സ്വർഗത്തിലെ ദൂതന്മാർ they are spiritually alive. ആണോ അല്ലയോ? ആണോ? സ്വർഗത്തിലെ ദൂതന്മാർക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അവർക്കറിയാം. അവർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. അവര് ദൈവത്തിന്റെ ആജ്ഞാനുവർത്തികളാണ്. ദൈവം പറയുന്നത് എന്ത് ചെയ്യുന്നതാ? അവര് ശിരസാ വഹിച്ചത് ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ദൈവത്തിന് വേണമെങ്കിൽ ഈ ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കത്തക്കതുപോലെ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക്, സ്പിരിച്വലി അലൈവായിട്ടുള്ള ഒരനുഭവത്തിലേക്ക് നമ്മളെ ദൈവത്തിന് കൊണ്ടുവരാമായിരുന്നു. അത്രയും ചെയ്താൽ മതിയായിരുന്നു ദൈവത്തിന്. അത്രയും ചെയ്താലും ദൈവം എന്താ? നീതിമാനം. നമ്മൾ എന്തൊക്കെയല്ല, നമ്മൾ ഇതിനൊന്നും അർഹരല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, വേറെ ഒരു ആത്മീക
ജീവികൾക്കും ദൂതന്മാരുണ്ട്, അധികാര ശ്രേണികളുണ്ട് സ്വർഗത്തിൽ. ഇവരെല്ലാം ഉണ്ട്. ഇവരൊക്കെ സ്പിരിച്വലി അലൈവാണ്. അവരെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നവരാണ്. ശ്രദ്ധിച്ചേ, ഒരു സ്പിരിച്വൽ റിയാലിറ്റി നമ്മുടെ ചുറ്റുമുണ്ട്. വിശ്വസിച്ചാലും ഇല്ലേലും ഉണ്ട്. ആ സ്പിരിച്വൽ റിയാലിറ്റി അത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്ഥൂലമായതും തീ കത്തുന്നതും മേഘം, അന്ധതമസ്, പിന്നെ കാഹളനാദം, ഇങ്ങനെയുള്ളതിന്റെ ഒന്നും അടുക്കലേക്ക് അല്ല നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയുന്നതിന്റെ അടുക്കലേക്ക് അല്ല. പിന്നെ ഒന്ന് വായിക്കാമോ ആ വേദഭാഗം? എടുത്തെങ്കിലും ഒന്ന് വായിക്കാം. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിന് മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്ക് അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. എന്നിവയ്ക്ക് അടുക്കലല്ലോ നമ്മൾ വന്നത്. സ്ഥൂലമായതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, സ്ഥൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുവാൻ കഴിയുന്നതിന്റെ അടുക്കലല്ല നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നത്. പിന്നെ അടുത്തത്, ആ ശബ്ദം കേട്ടവർ. ഓക്കെ, അതിന് താഴോട്ട് വന്നു. അതൊക്കെ അങ്ങ് വിട്ടേര്. അതും വിട്ടേര്. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും. ശ്രദ്ധിക്കണം, നമ്മൾ എവിടേക്കാ വന്നേക്കുന്നത്? നമ്മൾ ശ്രദ്ധിക്കണം, സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും, പിന്നെ അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും. അപ്പൊ എന്തുണ്ട് ഇവിടെ? നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും where we have come now. പിന്നെ വായിച്ചു സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും. എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും. righteous men, just men made perfect ആയിട്ടുള്ള അവരും. ദൂതനിയമത്തിന്റെ മധ്യസ്ഥനായ. അപ്പൊ അങ്ങനെ ഒരു സ്പിരിച്വൽ റിയാലിറ്റിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നത്. സിദ്ധന്മാരാകുന്ന നീതിമാന്മാരുടെ ആത്മാക്കൾ, അവരെല്ലാം just men made perfect. എന്നാൽ ഒരു കാര്യം അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ദൈവിക സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ ആ സാന്നിധ്യം തിരിച്ചറിയത്തക്കതുപോലെ ജീവനുള്ള, സ്പിരിച്വലി അലൈവ് ആയിട്ടുള്ള ഒത്തിരി ആത്മജീവികൾ ഉണ്ട്. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിന് നമ്മളെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു. പക്ഷെ ദൈവം എന്ത് ചെയ്തു? അവിടം കൊണ്ട് നിർത്തിയില്ല. പിന്നെ ദൈവം എന്ത് ചെയ്തു? അതിന്റെ അടുത്ത പടിയിലേക്ക് കൊണ്ടുവന്നു. അതായത് ഈ ദൂതന്മാർക്കും ഇല്ലാത്തതാകുന്ന, ദൂതന്മാർ സ്പിരിച്വലി അലൈവാ, നമ്മളും സ്പിരിച്വലി അലൈവാ. പക്ഷെങ്കിൽ സ്പിരിച്വലി അലൈവായിരിക്കുന്ന, ആത്മീകമായി ജീവിച്ചിരിക്കുന്ന ദൂതന്മാരെക്കാളും അനുഗ്രഹീതമാകുന്ന പദവി, ആ ബ്ലെസ്സിങ്ങിലേക്കാണ് ദൈവം നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്, കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊന്ന് റിയലൈസ് ചെയ്യുമ്പോഴാണ് ഉള്ളി തട്ടിയിട്ട് സന്തോഷത്തോടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന വാക്കുള്ളിൽ നിന്ന് പറയാൻ കഴിയും, കാൺമീൻ, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അനേക ആത്മീക ജീവികൾ, ദൂതന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് അവര് അലൈവാണ്. പക്ഷെങ്കിൽ അവരെക്കാളും ഒക്കെ അനുഗ്രഹീതമാകുന്ന പദവിയാണ് എന്ത്? ദൈവമക്കൾ എന്നുള്ള പദവി. ദൈവമക്കൾ എന്നുള്ള പദവി, ആ ദൈവമക്കൾ എന്നുള്ളതാകുന്ന പദവിയുടെ മാധുര്യവും അതിൻ്റെ അനുഗ്രഹങ്ങളും നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല, രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ സേവകാത്മാക്കളാക്കി ദൈവം ഈ ദൂതന്മാരെ എന്താക്കിയിരിക്കുക, തീർച്ചയായും അതാ വേദവസം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്ക്രിപ്ചറൽ അല്ലാത്ത പാട്ടൊന്നും പാടരുതെന്ന് ഞാൻ പറയുന്നത്. ഞാനും ചേർന്ന് പാടും ദൂതതുല്യരായി. തെറ്റാ, അതൊക്കെ തെറ്റാ. ദൂതന്മാരുടെ തുല്യതയിലൊന്നും അല്ല നമ്മൾ ആകാൻ പോകുന്നത്. അങ്ങനെ അല്ല. ഒറ്റ കാര്യത്തിലെ
അവര് വിവാഹത്തിന് കൊടുക്കുന്നില്ല, വിവാഹം കഴിക്കുന്നില്ല. ആ തുല്യതയാണ് ദൂതന്മാർക്കുമായിട്ട് നമുക്കുള്ളത് പുനരുത്ഥാന ജീവിതത്തിൽ അല്ലെങ്കിൽ നിത്യതയിൽ. എന്നാൽ നമ്മൾ ദൂതന്മാരെ പോലെ അല്ല ആകാൻ പോകും. ദൂതന്മാരെ പോലെ ആകാൻ താല്പര്യമുള്ള ആൾക്കാരും സഭക്കാരും ഒക്കെ ആ പാട്ട് പാടിക്കോട്ടെ, നമുക്കത് വേണ്ട. നമ്മൾ അങ്ങനെ അല്ല ആകാൻ പോകുന്നത്. നമ്മൾ ആരെ പോലെ ആകാൻ പോകുന്നത്? നാം ഇതുവരെ എന്താകുമെന്ന് പ്രത്യക്ഷമായിട്ടില്ല. നാം അവനെ അവിടുന്ന് ഇരിക്കുന്നത് പോലെ കാണുന്നത് കൊണ്ട് ആരോട് സദൃശന്മാരാകും? നമ്മുടെ കർത്താവിനോട് സദൃശന്മാരാകും. ദൂതന്മാരോട് സദൃശന്മാരാകാൻ അല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ കർത്താവിനോട് നമ്മൾ സദൃശന്മാരാകാൻ പോകുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട പദവി എന്നുള്ളത് ദൈവ മക്കളെന്നുള്ള ഈ പദവിയിലൂടെ മാത്രം നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ്. ഇതൊരിക്കലും മറന്നു പോകരുത്. ആകട്ടെ, ഈ ദൈവമക്കൾ എന്നുള്ള ഈ പദവിയോടുള്ള ബന്ധത്തിൽ നമുക്ക് അനേക പ്രിവിലേജസ് ഉണ്ട്. പദവികളുണ്ട്. പദവികൾ മാത്രമല്ല, നമുക്ക് ഉത്തരവാദിത്വങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. വി ഹാവ് പ്രിവിലേജ് ആൻഡ് വി ഹാവ് റെസ്പോൺസിബിലിറ്റി. പദവിയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. പദവി എന്നുള്ളത് ദൈവം, the way God relates to us as his children, നമ്മൾ ദൈവമക്കൾ എന്ന നിലയിൽ ദൈവം നമ്മളോട് ഇടപെടുന്നതാണ്. അതാണ് നമ്മുടെ പദവികൾ. മറ്റൊന്ന്, നാം അന്യോന്യമുള്ള നമ്മുടെ ഇടപാട്. ദൈവമക്കൾ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ളത് നമ്മുടെ അന്യോന്യമുള്ളതാകുന്ന ബന്ധമാണ്, ദൈവമക്കൾ തമ്മിലുള്ള ബന്ധം. ഈ രണ്ട് കാര്യങ്ങളും വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്കത് അല്പമായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനതയോടെ നാം ദൈവമക്കൾ എന്നുള്ളത്, അതിൻ്റെ പ്രിവിലേജ്, അതിൻ്റെ പദവി എന്നുള്ളത് നമുക്ക് സ്നേഹവാനാകുന്ന ഒരു പിതാവ് എന്ന നിലയിൽ ദൈവത്തോട് ബന്ധപ്പെടുവാൻ കഴിയും എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹവാനായ പിതാവ് എന്ന നിലയിൽ ദൈവത്തോട് നമുക്ക് ബന്ധമുണ്ട്. അതാ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിവിലേജ്. ദൈവത്തിനും നമുക്കുമിടയിൽ വേറെ യാതൊരുവിധ മധ്യസ്ഥന്മാരുടെയും ആവശ്യമില്ല. ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. ദൈവാലോചന അറിയാനും മധ്യസ്ഥന്റെ ആവശ്യമില്ല. ദൈവത്തോട് റെക്കമെൻഡ് ചെയ്യാനും മധ്യസ്ഥന്റെ ആവശ്യമില്ല. കത്തോലിക്കരെ നിശിതമായി വിമർശിക്കുന്ന പെന്തക്കോസ്തുകാര് ഇന്ന് ഒരുപാട് മധ്യസ്ഥന്മാരെ ദൈവത്തിനും അവർക്കും ഇടയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് മധ്യസ്ഥന്മാർ വരും, ഇവിടെ ഖത്തറിലും വരും. അവർക്കാണ് ഇരിക്കാൻ നേരമില്ല. ഈ മധ്യസ്ഥന്മാരെ കാറെ കൊണ്ടുവന്നാണ് കൊണ്ടുപോകുന്നത്. അവർക്ക് ഒരു സമയമില്ല. വായിട്ടുള്ള പ്രാർത്ഥന, എന്താ കർത്താവ് പറയുന്നത്? നീ തെറ്റി, നീ പോക്ക. കാരണം നിനക്ക് ദൈവത്തോട് ബന്ധമില്ലെന്നാണ് അതിന്റെ അർത്ഥം. ദൈവം നിന്റെ പിതാവാണ്, ദൈവം നിന്റെ അപ്പച്ചനാണ്. അപ്പച്ചനാണെങ്കിൽ ആ അപ്പച്ചനോട് നേരിട്ട് പറയാനും അപ്പച്ചൻ നേരിട്ട് പറയുന്നത് കേൾക്കാനുമുള്ള പദവി നിനക്കുണ്ടായിരിക്കും. നീ ഈ കള്ളപ്രവാചകന്മാരെ തേടി പോകുന്നതിനാൽ നീ തെളിയിക്കുന്നത് നീ ദൈവമകനല്ല, നീ ദൈവമകളല്ല. മനസ്സിലാക്കണേ, ഇത് കട്ടിയുള്ള വാക്കൊക്കെയാ, പക്ഷെ ഇത് സത്യമാണ്. നിനക്ക് ഗുണം വരണം ഇത് കേട്ടു, നിത്യത ചെല്ലണമേ ഇത് കേട്ടു. അപ്പോൾ the privilege of that relational privilege നമ്മുടെ ഇടയിൽ ആരെയും വേണ്ട. അപ്പൊ സംശയമൊക്കെ, പ്രവചനം എന്നുള്ള വിഷയമല്ലല്ലോ നമ്മുടേത്. അതിലോട്ട് ഞാൻ പോകുന്നില്ല, എൻ്റെ സമയം പോകും. അത് വ്യക്തമാക്കി തരാം എന്താണെന്ന് പ്രവചനമെന്നും എന്തല്ലെന്നും വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അതൊക്കെ പോട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. പക്ഷെങ്കിൽ ദൈവമക്കൾക്ക് ഡിറക്റ്റ് ആക്സസ് ഉണ്ട് പിതാവിന്റെ സാന്നിധ്യത്തിലേക്ക്. നേരിട്ടുള്ള ആ ബന്ധം, നേരിട്ട് കയറി ചെല്ലാൻ, എപ്പോഴും ആ പിതാവിന്റെ സാന്നിധ്യത്തിൽ
ജീവിക്കുവാൻ ഉള്ളതാകുന്ന പദവി ഈ പുതു നിയമ അനുഭവത്തിൽ ദൈവം നമുക്ക് തന്നേക്കുക. അതുകൊണ്ടാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ കർത്താവിന്റെ പ്രാർത്ഥന എന്ന് വിളിക്കുമെങ്കിലും ഞാൻ അതിനെ ശിഷ്യന്റെ പ്രാർത്ഥന എന്നാണ് വിളിക്കുന്നത്. ദ പ്രേയർ ഓഫ് ദ ഡിസൈപ്പിൾ. കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അപ്പൊ അവിടെ ആദ്യത്തെ ആ വാചകം എന്താണെന്നറിയാമോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നേരിട്ട പിതാവിനോടുള്ള ബന്ധം, വേറെ ഒരു മധ്യസ്ഥന്റെയും ആവശ്യമില്ല. പിന്നെ ഗലാത്യ ലേഖനം 4:7 നിങ്ങൾ ഇനിയും എന്തല്ല? ദാസന്മാർ അല്ല. ദാസന്മാരല്ല. ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, പിന്നെന്താ? പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് എന്ത് ചെയ്തു? തന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാണ്. മാത്രമല്ല, ഈ പിതാവിനെ ഇൻസ്റ്റിങ്റ്റീവ്ലി ഹൃദയത്തിന്റെ ഉള്ളിൽ അപ്പച്ചാന്ന് സ്നേഹവായ്പോടെ ആ ഹൃദയത്തിൽ സന്തോഷവും സ്നേഹവും നിറഞ്ഞ് വിളിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് റോമാലേഖനം 8:15 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് എന്ത് ചെയ്യുന്നു? സാക്ഷ്യം പറയുന്നു. ദൈവമക്കൾക്കുള്ളതാകുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് ആയത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് എന്ത് ചെയ്യുന്നു? സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴും സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഏത് സന്ദർഭത്തിലും, ഏത് സങ്കടങ്ങളിലും, ഏത് ബുദ്ധിമുട്ടുകളിലും, ഏതവസ്ഥയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം ഉള്ളിലുള്ളത് കൊണ്ട് ഒരുപക്ഷെ ആരും കേൾക്കുന്നില്ലെങ്കിലും ഒരു നെടുവീർപ്പാകാം. അബ്ബാ പിതാവേ, ഹെൽപ് മീ ഓ ലോർഡ് മൈ ഫാദർ എന്ന് പിതാവിനെ വിളിക്കുവാൻ തക്കവണ്ണം, ശരണത്തിനായിട്ട് ഓടി വരാൻ തക്കവണ്ണം ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ഉണ്ട്. തൽസമയത്ത് സഹായത്തിനുള്ളതാകുന്ന കൃപ ലഭിക്കേണ്ടതിന് നേരിട്ട് യാതൊരു തടസ്സവുമില്ലാതെ ആ തിരുസന്നിധാനത്തിലേക്ക് എപ്പോഴും നമുക്ക് എന്തുണ്ട്? പ്രവേശനമുണ്ട്. അപ്പൊ ദൈവ മക്കളെന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രിവിലേജ് സർവശക്തനാകുന്ന ദൈവത്തെ, ദ ലോർഡ് ഗോഡ്, യഹോവ, സർവശക്തിയുള്ളവനാകുന്ന ദൈവത്തെ ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് സ്വയമായി വിശേഷിപ്പിച്ചിരിക്കുന്ന ദൈവത്തെ, നമ്മൾ നേരത്തെ വായിച്ച വേദഭാഗത്തിൽ ഞാനും അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നെന്ന് മോശയും പറയത്തക്കവണ്ണം അത്ര വിശുദ്ധമാകുന്ന ആ സാന്നിധ്യത്തിൽ, മാത്രമല്ല രണ്ടുകൊണ്ട് മുഖം മൂടിക്കൊണ്ട് ദൈവിക വിശുദ്ധിയുടെ പ്രഭാവത്തിന്റെ മുന്നിൽ രണ്ടുകൊണ്ട് പറന്ന് രണ്ടുകൊണ്ട് പാദം മൂടിക്കൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആ കെരൂബുകൾ ആർത്ത് സ്തുതിക്കുന്ന, സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്ന, സർവഭൂമിയും യഹോവയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന, സകലത്തെയും ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ, സകലത്തിന്റെയും ആധാരമായിരിക്കുന്ന, സകലത്തെയും ജീവിപ്പിക്കുന്ന, സകലത്തെയും ന്യായം വിധിക്കുന്ന, സകലത്തിന്റെയും ആധാരമായിരിക്കുന്ന, സർവശക്തിയുള്ള സർവജ്ഞാനിയാകുന്ന ആ ദൈവം തമ്പുരാൻ എന്റെ അപ്പച്ചനാണെന്ന് പറഞ്ഞുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ തിരുസാന്നിധ്യത്തിലേക്ക് വരാനുള്ള പദവി സാധുക്കളാകുന്ന നമുക്ക് ദൈവം തന്നു എന്നുള്ളത് എത്ര വലിയ ഭാഗ്യമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം തന്നേക്കുകയാണ്. ഇത്ര വലിയ സ്നേഹം ആർക്കും കിട്ടിയിട്ടില്ല, ഒരാത്മജീവിക്കും കിട്ടിയിട്ടില്ല. ദൈവം അവിടുത്തെ പുത്രനിൽ കൂടെ
അവിടുത്തെ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ പൈതലിനും സവിശേഷമായി തന്നിരിക്കുന്ന ആ അനുഗ്രഹീതമാകുന്ന പദവിയാണ്. നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ സൃഷ്ടികർത്താവാണ്, ദൈവം ന്യായാധിപതിയാണ്, ദൈവം നമ്മുടെ ഉടയവനാണ്, ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാണ്, ദൈവം നമ്മെ പരിപാലിക്കുന്നവനാണ്. ഇതൊക്കെ ശരിയാണ്. ഇതെല്ലാം കാര്യം ശരിയാണെങ്കിലും ദൈവമായിട്ടുള്ളതാകുന്ന ആ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ്, ദൈവവുമായിട്ടുള്ള ആ ബന്ധവും ദൈവവുമായിട്ടുള്ള ആ കൂട്ടായ്മയും വേറെ ഒരു ആത്മജീവിക്കും, കെരൂബുകൾക്കോ മാത്രമല്ല പ്രധാന ദൂതനാകുന്ന മീഖായേലിനോ ഗബ്രിയേലിനോ എന്ന് വേണ്ട ആ സ്വർഗത്തിലെ ജീവികൾക്കോ ഇവർക്കൊന്നുമില്ലാതെ ഇരിക്കുന്ന ആ അനുഗ്രഹീതമാകുന്ന പദവി. എന്താ പദവി? ദൈവമായിട്ടുള്ള ആ കൂട്ടായ്മ, സ്നേഹ കൂട്ടായ്മ ബന്ധം. ആ ബന്ധത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു. ഈ ബന്ധത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നത് കൊണ്ട് ഈ റിലേഷൻഷിപ്പിനെ വ്യക്തമാക്കുന്ന അനവധി കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒന്ന്, ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അതായത് ദൈവം നമ്മുടെ പിതാവായിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പിതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അതാണ് 1 യോഹന്നാൻ 3:1 നമ്മൾ പലപ്പോഴും ഇപ്പോൾ ആവർത്തിച്ചല്ലോ. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. മറ്റൊന്ന്, ദൈവത്തിന് നമ്മെ അകം പുറം അറിയാം. നമ്മൾ ആരാണെന്നും എന്താണെന്നും ദൈവത്തിന് അറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. 103 സങ്കീർത്തനം 13-14 വാക്യങ്ങൾ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് അവിടുത്തെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവിടുന്ന് നമ്മുടെ പ്രകൃതി അറിയുന്നല്ലോ. നോക്കുക, അവിടെ നമ്മുടെ പ്രകൃതി അറിയുന്നു. വാട്ട് വി ആർ ഇൻസൈഡ് ഔട്ട്, വാട്ട് കൈൻഡ് ഓഫ് സ്ട്രഗിൾ ഇൻസൈഡ്. എന്ത് സ്ട്രഗിളാ ഉള്ളിലുള്ളത്. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുവാനുള്ള താല്പര്യവും വാഞ്ചയും, എന്നാൽ അതേ സമയം ഉണ്ടാകുന്ന പരാജയ ബോധങ്ങൾ, ഇതെല്ലാം ആർക്കറിയാം? സ്വർഗത്തിലെ അപ്പച്ചൻ അറിയാം. The struggle we are going through. നോക്കുക, ഇതെല്ലാം അറിഞ്ഞ് ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ പൊടിയെന്ന് ഓർക്കുന്ന അപ്പച്ചൻ. അതുകൊണ്ടാണ് ഈ അപ്പച്ചൻ എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം നമ്മളോട് എന്ത് ചെയ്യുന്നില്ല? പകരം ചെയ്യുന്നില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മോടുള്ളതാകുന്ന ദയ അത്ര വലുതായിരിക്കുന്നു. ആകട്ടെ, ദൈവം നമ്മെ മനസ്സിലാക്കുന്നു. ഈ റിലേഷൻഷിപ്പിലാണിത്. മറ്റൊന്ന്, ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്നറിയാം. അതല്ലേ മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്? കർത്താവ് പറയുന്ന ഒരു കാര്യം 6:32, സ്വർഗസ്ഥനാകുന്ന പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. സ്വർഗസ്ഥനാകുന്ന പിതാവിന് നമ്മുടെ ആവശ്യങ്ങളെ അറിയാം. നമ്മുടെ ശരീരത്തിന് എന്ത് ആവശ്യമുണ്ടെന്ന് അറിയാം. നമ്മുടെ ഇമോഷണൽ നീഡ്സ് അറിയാം. നമുക്ക് വസ്ത്രം, അല്ലെ, ശരീരത്തിനുള്ള ആഹാരം എല്ലാം ദൈവത്തിന് എന്തറിയാം? അറിയാം. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവ് അറിയുന്നല്ലോ. മാത്രമല്ല, ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന, അടുപ്പിലിട്ട് കളയുന്ന ആ വയലിലെ പൂവിനെ ഇത്ര ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം സ്വർഗസ്ഥനാകുന്ന പിതാവാണ് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്തു തരുന്നത്. മാത്രമല്ല, സ്വർഗസ്ഥനാകുന്ന പിതാവ് അനേക നല്ല ദാനങ്ങളെ നമുക്ക് തരുന്നു. God gives us wonderful gifts. ദൈവം നമുക്ക് ദാനങ്ങളെ തരുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: അങ്ങനെ ദോഷികളാകുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികമായി കൊടുക്കും. ശ്രദ്ധിക്കണം, സ്വർഗസ്ഥനാകുന്ന പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക്
എത്രയധികമായിട്ട് നന്മ കൊടുക്കും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെ കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിലേക്ക് ഞാൻ വരുന്നതിന് മുൻപ് വേറൊരു വാക്യം കൂടെ ഞാൻ ശ്രദ്ധിക്കട്ടെ. യാക്കോബിന്റെ ലേഖനം 1:17 എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. എല്ലാ നല്ല ദാനവും ശ്രദ്ധിക്കണം. ദൈവം തരുന്ന സകലവും, എന്നെ ഒന്ന് കേട്ടെ, ദൈവം തരുന്ന, നമ്മൾ മനസ്സിലാക്കണം, ദൈവം അറിയാതെ അവിടുത്തെ മക്കളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലെന്നാണ് നാം വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെയാണ്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്നുള്ള ദുഃഖവും ഇന്നുള്ള വേദനയും ഇന്ന് നമുക്ക് അത്ര സുഖകരമല്ലാത്ത അനുഭവങ്ങളും സ്വർഗത്തിലെ അപ്പച്ചന്റെ ദാനമാണെന്ന് ഒരുപക്ഷെ അത് കടന്നു പോകുന്ന സന്ദർഭത്തിൽ നമുക്കത് നല്ല ദാനമാണെന്ന് തോന്നുകയില്ലെങ്കിലും ആത്യന്തികമായിട്ട് ഉയരത്തിൽ നിന്നുള്ള പിതാവിങ്കിൽ നിന്നും നല്ല ദാനമേ വരുന്നുള്ളെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും. അതുകൊണ്ടാണ് കഷ്ടതയിലും പാടുവാൻ, നഷ്ടം അതിൽ കൊണ്ടാടുവാൻ ശക്തി തരിക നാഥനെ. അതൊക്കെ ദൈവമക്കളുടെ അനുഭവത്തിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവർ എഴുതി വെച്ചതാണ്. പക്ഷെ ഇന്നത്തെ പ്രശ്നം, ദൈവമക്കളെന്ന് പറയുന്നവരുടെ അഭിനയത്തിൽ നിന്ന് കുറെ പാട്ടുകൾ നമ്മുടെ സഭകളിലുണ്ട്. അതിലേക്കൊന്നും ഞാൻ പിന്നെ പോകുന്നില്ല. പിന്നെ പാട്ടുകളുടെ കാര്യം വരിക. കാരണം ഈ പാട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. സ്ക്രിപ്ചറൽ ആയിരിക്കണം പാട്ട്, അല്ലെങ്കിൽ ഒത്തിരി ദോഷം ചെയ്യും അത്. ആകട്ടെ, നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ സ്വർഗത്തിലെ അപ്പച്ചന്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന സകല ദാനങ്ങളും അത് നല്ല ദാനങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലൂക്കോസ് 11:13 നമ്മൾ ഇത് തന്നെ വായിക്കുന്നുണ്ട്. നല്ല ദാനങ്ങളെ കൊടുക്കും. ദോഷികളാകുന്ന നിങ്ങളുടെ നിങ്ങൾ മക്കൾക്ക് നല്ല ദാനങ്ങൾ. എന്നാൽ പിന്നെ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മാവിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എംപവർമെന്റ് ഓഫ് പരിശുദ്ധാത്മാവിനെ ആദ്യമായിട്ട് തരും എന്നുള്ളതല്ല. കാരണം ആത്മാവ് വന്നതുകൊണ്ടാണ് അബ്ബാപിതാവേ എന്ന് വിളിക്കാൻ നമുക്ക് കഴിയുന്നത്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എംപവർ ചെയ്ത്, നമ്മെ ശക്തീകരിച്ച് നമ്മുടെ ജീവിതയാത്രയിൽ ജയകരമായി ജീവിപ്പാൻ തക്കവണ്ണം, നമ്മെ പ്രാപ്തമാക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ട ഒരു ജീവിതം നമ്മൾ ദൈവമക്കൾ എന്നുള്ള അനുഭവത്തിൽ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ജീവിതത്തിൽ മാത്രമല്ല ദൈവത്തിന്റെ ദാനം നമുക്കുള്ളത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ദൈവഹിതത്താൽ എന്താണ് അവകാശിയും ആകുന്നു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ. ഗലാത്യർ 4:7. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകും. റോമർ 8:17. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നോക്കുക, അപ്പോൾ ദൈവമക്കൾ എന്നുള്ള പദവിയിൽ നമ്മൾ എന്താ? നമ്മൾ ക്രിസ്തുവിന് കൂട്ടവകാശികളാണ്. എന്തുകൊണ്ടാ? ദൈവമക്കൾ എന്നുള്ള പ്രിവിലേജിലാണ് നമുക്ക് ലഭിക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, പത്രോസ് 1:4 മുതലുള്ള വാക്യങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അത് മാത്രമല്ല പ്രിയമുള്ളവരെ, ഈ റിലേഷൻഷിപ്പിലാണ്, ഈ ബന്ധത്തിലാണ് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച ആ പ്രാർത്ഥനയിൽ എന്താണ് നമ്മൾ വായിക്കുന്നത്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പിതാവാകുന്ന ദൈവത്തെ, ആ തിരുഹൃദയത്തെ ആ ഡിസ്പ്ലീസ് ചെയ്യുന്ന, അവിടുത്തേക്ക് അപ്രീതി ഉണ്ടാകുന്ന ആ പാപങ്ങളെ അതിനെ ഏറ്റു പറയുമ്പോൾ, അതിനെ കർത്താവിനോട് അറിയിക്കുമ്പോൾ അതിനെ ക്ഷമിച്ചു തരുവാൻ. എന്തുകൊണ്ട്?
ദൈവത്തിന് കഴിയുന്നു. നമ്മൾ അവിടുത്തെ മക്കളായതുകൊണ്ട്, നമ്മൾ മക്കൾ എന്ന നിലയിലാണ് കർത്താവ് നമ്മുടെ പാപങ്ങളെ നമ്മളോട് ക്ഷമിക്കുന്നത്. പ്രിയമുള്ളവരെ, അത് മാത്രമല്ല, ആത്മാവിനാൽ നയിക്കപ്പെടുക എന്നുള്ളതാകുന്ന പദവി. റോമർ 8:14 ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാകുന്നു. റോമർ 8:14, റോമൻസ് 8:14 ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. എന്നാൽ അതിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ ആത്മാവിനാൽ എന്ത് സംഭവിക്കുന്നു? ആത്മാവിനാൽ ദൈവത്തെ അനുസരിച്ച് ജീവിപ്പാൻ കഴിയുന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ വരിക. ദൈവപ്രസാദകരമാകുന്ന ഒരു ജീവിതം നയിക്കാൻ കഴിയുന്നത് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നതിനാലാണ്. ദൈവാത്മാവിനാൽ നടത്തപ്പെടണം. അനുദിന ജീവിതത്തിൽ ഓരോ നിമിഷവും ദൈവാത്മാവിനാൽ നടത്തപ്പെടാൻ കഴിയണം. അങ്ങനെ നടത്തുന്ന നമ്മൾ ആരാ? ദൈവമക്കളാകും. നമ്മൾ ദൈവമക്കളായതുകൊണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും ചിന്ത എന്താണെന്ന് അറിയാമോ? ഫ്രൈഡേ വന്ന് പാട്ട് പാടുമ്പോൾ ഉണ്ടാകുന്ന ഏതാണ്ട് ഒരു തോന്നല ആത്മാവെന്ന. അങ്ങനല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനല്ല. ആത്മാവിന്റെ പ്രവർത്തനം തിരിച്ചറിയേണ്ടത് എവിടൊക്കെയാണെന്ന് ഞാൻ പറയാം. കുടുംബത്തിൽ തുടങ്ങണം, നമ്മുടെ റിലേഷൻഷിപ്പിൽ തുടങ്ങണം. ഡ്രൈവ് ചെയ്യുമ്പം ആത്മാവിനാൽ നടത്തപ്പെടണം. ഡ്രൈവ് ചെയ്യുമ്പോൾ ആത്മാവിനാൽ ഉള്ളതാകുന്ന ആ രൂപാന്തരം ഉള്ളിൽ വരുമ്പോഴേ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി തീരത്തുള്ളൂ. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞതാ, ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാവിനാലുള്ള ആ രൂപാന്തരീകരണം ഉണ്ടാകാതെ ഇതൊന്നും സംഭവിക്കത്തില്ല. നമ്മൾ കുറെ ടെക്നിക്സ് പഠിച്ചെന്നും കണ്ട് നടക്കുകയില്ല. ടെക്നിക്സ്, അതായത് ഈ ഒത്തിരി സെൽഫ് ഹെൽപ്പ് ബുക്കുകളുണ്ടല്ലോ. ഹൗ ടു ടോക്ക്, ഹൗ നോട്ട് ടു ടോക്ക്, പിന്നെ ഹൗ ടു ഡു പബ്ലിക് സ്പീക്കിംഗ് എന്നുകൊണ്ട് ഒത്തിരി പുസ്തകങ്ങളുണ്ട്. പിന്നെ ഭാര്യയോട് എങ്ങനെ വർത്താനം പറയുന്നത്, ഭർത്താവിനോട് എങ്ങനെ വർത്താനം പറയുന്നത്, ഒത്തിരി കാര്യങ്ങൾ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ വർത്താനം പറയേണ്ട സാഹചര്യം വരുമ്പം ഈ സ്റ്റെപ്പുകളൊന്നും നമ്മൾ ഓർക്കത്തില്ല. ഏത് സ്റ്റെപ്പ്, അത് ഏതാ വായിച്ചത്, ഏതായിരുന്നു അത്, ഇന്നതുപോലെയാണ്, അത് ഓർക്കുകയില്ല. പക്ഷെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വേറെ ദിവസം പഠിപ്പിക്കുന്നത്, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വാ സംസാരിക്കുന്നത്. മനസ്സിലാക്കണം. ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവിനാൽ നടത്തപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പുറത്തോട്ട് വരുന്നത് ശരിയായിക്കൊള്ളും തന്നെ. നമുക്ക് ഉള്ളിലാ ചേഞ്ച് വേണ്ടത്. വെള്ളിയാഴ്ച വന്ന് ബഹളം വെച്ചേച്ച് പോകാൻ ഉള്ളിൽ ചേഞ്ച് ഒന്നും ആവശ്യമില്ല. കേട്ടോ, വെള്ളിയാഴ്ച വന്ന് കുറെ പാട്ട് പാടിയേച്ച് പോകാൻ ഉള്ളിലെ ചേഞ്ചിന്റെ ആവശ്യമില്ല. അതാരെ കൊണ്ടും പറ്റും. എന്നാൽ ദൈവാത്മാവിനാൽ നടത്തപ്പെടണമെന്നുണ്ടെങ്കിൽ അത് ഉള്ളിൽ നിന്ന്. അതുകൊണ്ടല്ലേ യേശു കർത്താവ് പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞത്, ഇച്ഛിക്കുന്നവൻ ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിട്ട് അവർ സൗജന്യമായിട്ട് കുടിക്കട്ടെ, എന്നിട്ട് പറയുക, തിരുവെഴുത്ത് പറയുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ നദി ഒഴുകും. നോക്കണം, ഉള്ളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന്, അകത്തൂന്ന് പുറത്തേക്ക് വരുന്ന അനുഭവം അല്ല, പുറത്തൂന്ന് ഇമ്പോസ് ചെയ്യുന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ശക്തിയോടെ എന്തോ പരിപാടിയൊക്കെയായത്. ഇതൊക്കെ പറഞ്ഞ് മനുഷ്യനെ വിഡ്ഢിയാക്കിയിട്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെങ്ങാണ്ടൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് അങ്ങ് ആത്മാവ് വരുമെന്നും ഏതാണ്ട് ഒരു പ്രത്യേക അനുഭവം വരുമെന്നൊക്കെയാ പലരുടെയും ചിന്ത. അങ്ങനല്ല. അകത്തൂന്ന് ശരിയാകണം. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ഉള്ളിൽ തന്നിട്ടുണ്ടെങ്കിൽ ആത്മാവിനാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ കഴിയും. ഈ പരിശുദ്ധാത്മാവിനാലേ കഴിയത്തുള്ളൂ. ഇത് മനസ്സിലാക്കണം. ഇതല്ലാതെ പറ്റുകയില്ല ദൈവത്തിന്റെ. അതുകൊണ്ടാണ് നമ്മൾക്ക് പുത്രത്വത്തിന്റെ
ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ തന്നു. അപ്പോൾ ദൈവത്തെ അനുസരിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. അത് പുത്രത്വത്തിന്റെ പദവിയാണ്. മാത്രമല്ല, നമ്മൾ പിന്നെയും ഒരു പക്ഷേ ഇതൊരു പ്രിവിലേജ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. ഒരു പക്ഷേ നമുക്കത് അംഗീകരിക്കാൻ ഇഷ്ടവുമില്ലായിരിക്കാം. എങ്കിലും ദൈവത്തിന്റെ വചനം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങളിൽ, മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവിടുന്ന് ശാസിക്കുമ്പോൾ മുഷികയും വരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോട് എന്നതുപോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? അപ്പോൾ പ്രിവിലേജ് ആണ് ഡിസിപ്ലിൻസ്. നോക്കണം, ദൈവ മക്കളായതുകൊണ്ട് നമുക്കുള്ള പ്രിവിലേജ്, പദവിയാണ് എന്ത്? ദൈവിക ശിക്ഷണം, ബാലശിക്ഷ. ബാലശിക്ഷ എന്നുള്ളത് പ്രിവിലേജാണ്. എന്താണ് അതിന്റെ കാരണം? ദൈവം നമ്മെ ബാലശിക്ഷ തരുന്നു എന്നതിനാൽ അർത്ഥമാകുന്നത് നമ്മൾ മക്കളാണെന്നാണ്. പിന്നെ അവിടെ തന്നെ താഴോട്ട് പറയുന്നുണ്ട്, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല. മലയാളത്തിലെ ആ അതിന്റെ അർത്ഥം കൗല്യന്മാരത്രേ, നിങ്ങൾ ഇല്ലെജിറ്റിമേറ്റ് ചിൽഡ്രൻ ആണ്, ഇല്ലെജിറ്റിമേറ്റ് ആണ്, നിങ്ങൾ അപ്പന്റെ മക്കളല്ല എന്നാ അതിന്റെ അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? അപ്പന് പറഞ്ഞവരല്ലെന്ന് മനസ്സിലാകുന്നുണ്ടോ? നാടഭാഷ ഞാനെന്ന് പറയുന്ന അതാണ്, കൗല്യന്മാരത്രേ. എന്നാൽ നമുക്ക് ബാലശിക്ഷ ഉണ്ടെങ്കിൽ that is a privilege. ബാലശിക്ഷ എന്നുള്ളത് എന്താ? പ്രിവിലേജ്. ഇത് പ്രിവിലേജ് ആണെന്ന് നമുക്ക് എങ്ങനെയും അതൊക്കെ ഒന്ന് ഒഴിവാകാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു പക്ഷേ നമ്മളെ ലാഗ് ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യം ദൈവസന്നിധാനത്തിൽ ഒന്ന് സമർപ്പിക്കുക. അത് മാറ്റാൻ വേണ്ടി പ്രവാചകന്മാരെ വിളിച്ച് 21 ദിവസവും 7 വെള്ളിയാഴ്ചയും 1.5 മണിക്കൂർ ഫാസ്റ്റിങ്ങിനും ഒക്കെ പോകാതെ, കർത്താവേ ഇതിലൂടെ നീ എന്താണ് എന്നോട് സംസാരിക്കുന്നത്, അവിടുന്ന് എന്താണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന മാറ്റം, അതിനു വേണ്ടിയിട്ട് എന്നെ സമർപ്പിക്കുന്നതെന്നൊന്ന് പറയാൻ മനസ്സുണ്ടോ ആർക്കെങ്കിലും? ഇന്ന് പലരും ഈ ബാലശിക്ഷയായിട്ട് ദൈവം തരുന്നതിൻ്റെ അതിൻ്റെ പിറകിൽ ദൈവം എന്താ ഉദ്ദേശിക്കുന്നതെന്നൊന്നും ചോദിക്കാതെ അതെങ്ങനെയും ഒന്നൊക്കെ മാറ്റി കിട്ടാൻ, ആ ശാപമൊക്കെ ഒന്ന് അഴിച്ചു കിട്ടാൻ, ആ കെട്ടൊക്കെ ഒന്ന്, ബന്ധനങ്ങളൊക്കെ ഒന്ന് അഴിച്ചു മാറ്റിത്തരാൻ, ഈ ബന്ധനങ്ങളൊക്കെ അഴിച്ചു മാറ്റിത്തരുന്ന പരിപാടികളൊക്കെ അങ്ങനെയുള്ള പുള്ളിക്കാരൊക്കെ ഉണ്ട്. അതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഈ ഈ കബളിപ്പിക്കലൊക്കെ നിർത്തിയിട്ട് ദൈവത്തെ അബ്ബ പിതാവേ എന്ന് വിളിക്കാനുള്ള ആ പദവിയിലേക്ക് ആത്മാവിനാൽ ശരിക്കൊന്നും നടത്തപ്പെടാനായിട്ട് ഒരുങ്ങും. ഈ കളിപ്പീരിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നിത്യജീവനിൽ പോകാനുള്ള വഴി നോക്കെ. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ബാലശിക്ഷ എന്നുള്ള അതാണ്. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്നതുപോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അവസാനം ഇങ്ങനെയാണ്, നാം അവിടുത്തെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. ശ്രദ്ധിക്കണം, ആരുടെ വിശുദ്ധി? ദൈവത്തിന്റെ വിശുദ്ധി, അവിടുത്തെ വിശുദ്ധി. ദൈവത്തെ അപ്പനെ പോലെ മക്കളായി തീരണം എന്നാണ് ഈ സ്വർഗത്തിലെ അപ്പച്ചന്റെ താല്പര്യം. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ആരായി തീരണമെന്നാ സ്വർഗത്തിലെ അപ്പച്ചന്റെ താല്പര്യം? നമ്മൾ സ്വർഗത്തിലെ അപ്പച്ചനെ പോലെ ആയിത്തീരണം. അതുകൊണ്ടല്ലേ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാണ്. ഇതിനൊക്കെ ഒന്ന് ഉപവാസം എടുക്കാനുള്ള താല്പര്യമുണ്ടോ? ഇതിനൊക്കെ ഒന്ന് 7 21 ഇരിക്കാനുള്ള താല്പര്യമുണ്ടോ? എന്നാൽ അനുഗ്രഹിക്കപ്പെടും. അല്ലാതെ ബന്ധനം മാറാനും വിസ കിട്ടാനും കല്യാണം നടക്കാനും ഇതിനൊക്കെ ഉപവാസം ഇരിക്കുന്ന ഈ പരിപാടി നിർത്തിയേച്ച് സ്വർഗത്തിലെ അപ്പച്ചനോട് അനുരൂപപ്പെടാൻ വേണ്ടിയിട്ട് സ്വർഗസ്ഥനാകുന്ന പിതാവിന്റെ മക്കളായി തീരുന്ന ആ അനുഭവത്തിന് വേണ്ടിയിട്ട്, ദൈവാത്മാവിനാൽ നടത്തപ്പെടാൻ വേണ്ടിയിട്ട്, ജീവിതം അങ്ങോട്ട് ശരിയാകാൻ വേണ്ടിയിട്ട്, തിരുവെഴുത്ത് പറയുന്നത് പോലെ ഉള്ളിൽ നിന്ന് ജീവന്റെ ജലത്തിന്റെ നദി ഒഴുകണം കർത്താവേ എന്ന് പറഞ്ഞ് ഉപവാസം ഇരിക്കാൻ നമുക്ക് മനസ്സുണ്ടോ? ദൈവം നമ്മെ മാറ്റാനായിട്ട് താല്പര്യം. ദൈവം ഈ ബാലശിക്ഷയിൽ, although this is painful for me, what you are doing in me, do it, O Lord എന്ന് പറയാനുള്ള ആ താല്പര്യം നമുക്കുണ്ടോ?
ഉയരത്തിലെ പിതാവിങ്കിൽ നിന്ന് വരുന്ന സകലവും നല്ല ദാനമാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടോ? അത് വേർപാടാകട്ടെ, അത് ദുഃഖമാകട്ടെ, അത് സങ്കടമാകട്ടെ, അനാഗിങ് പെയിൻ ആകട്ടെ, സ്വർഗത്തിലെ അപ്പച്ചന്റെ കയ്യിൽ നിന്ന് വരുന്നതൊക്കെ നല്ല ദാനമാണ് എന്ന് പറയാനുള്ളതാകുന്ന ആ ഒരു താല്പര്യം നമ്മുടെ ഉള്ളിലുണ്ടോ? ദൈവം അതാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രിയമുള്ളവരെ, ഈ അനുഭവം, ഇതിന്റെ നെസസിറ്റി നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിന്റെ ജീവിതത്തിൽ പോലും നമ്മൾ വായിക്കുന്നുണ്ട്. അതാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിക്കുകയും പിന്നെ തൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കേണ്ടതും അല്ലയോ? അങ്ങനെയെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. നാം ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ അല്ലെങ്കിൽ ആദ്യജാതൻ കടന്നുപോയ വഴിയിൽ തന്നെ നമ്മളും കടന്നു പോകേണ്ടിയിരിക്കുന്നു. നമ്മൾ മക്കളെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഈ പദവികളെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് വരണം. ഹല്ലേലൂയ. ദൂതർക്കും യാതൊരു ആത്മജീവികൾക്കും ഇല്ലാതെ ഇരിക്കുന്ന ഈ അനുഗ്രഹീത പദവിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നല്ലോ. അവിടുത്തെ പുത്രന്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയല്ലോ, നമ്മളെ ദത്തെടുത്തല്ലോ. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നമുക്ക് തന്നല്ലോ. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.